ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് 10th കഴിഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നി. അവർക്ക് വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല. ഇപ്പോൾ 9A+ ഉള്ള ആൾ, 2A+ ഉള്ള ആൾ, ഇപ്പോൾ പെർസെൻറ്റേജ് തന്നെ 85, 84 ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ, അതിൽ ബിലോ ഉള്ള ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് ഈ ഒരു റേഞ്ച് മാർക്കിലുള്ളവരാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായത്. പറഞ്ഞാൽ ഇങ്ങനെ മാർക്ക് കുറവുള്ളവരൊന്നും ഒരിക്കലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമുള്ളൊരു സിറ്റുവേഷനൊന്നും അല്ല ഇത്. ഇപ്പോൾ 10th മാർക്ക് കുറഞ്ഞെന്ന് വെച്ചാൽ അത്രയും വലിയ സംഭവമൊന്നും അല്ല അത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് എല്ലാവർക്കും സംഭവിക്കുന്നത്. ചിലർക്ക് മാർക്ക് കൂടുതലിട്ട് ചിലർക്ക് മാർക്ക് കുറവ് കിട്ടും. അതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. പിന്നെ ഇനി +1ലേക്ക് അഡ്മിഷൻ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നിങ്ങൾ മാക്സിമം സ്കൂൾ വെക്കുക. അല്ലാതെ ഇപ്പോൾ അടുത്തുള്ള സ്കൂൾ അല്ലെങ്കിൽ ആരെല്ലാം പറയുന്നിട്ട് കുറച്ച് സ്കൂൾ മാത്രം വെക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സ്കൂൾസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്നത് നല്ല സബ്ജക്റ്റ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സബ്ജക്റ്റ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് നല്ലോണം പഠിക്കുക. ചിലപ്പം നമ്മൾ വിചാരിച്ച് നമുക്ക് കിട്ടാതെ നമുക്ക് കിട്ടിയത് വെച്ച് പഠിച്ച് എത്രയും നല്ല നിലയിലെത്തിയ ആൾക്കാരെ എനിക്കറിയാം. അപ്പം നമ്മൾ വിചാരിച്ചത് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ചിലപ്പം വേറൊരു നല്ലത് സംഭവിക്കാനായിരിക്കാം നമുക്ക് വേറൊരെണ്ണം കിട്ടുന്നേ നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഒരിക്കലും ഈ കാര്യത്തിലൊന്നും നെഗറ്റീവ് ആവരുത്. നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. ഇപ്പം നമ്മൾ സയൻസ് നോക്കിയിട്ട് നമുക്ക് സയൻസ് കിട്ടിയില്ല, ഓക്കെ എനിക്ക് കൊമേഴ്സാണ് കിട്ടിയത്. എന്താ കൊമേഴ്സിന് കുഴപ്പം? കൊമേഴ്സ് നല്ലതല്ലേ? കൊമേഴ്സിനാണെങ്കിൽ നമുക്ക് ബാങ്ക് പരമായി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെയും കൂടെ ചിന്തിക്കണം നമ്മളല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് തന്നെ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ അത് എല്ലാ കാര്യത്തിലും പോസിബിൾ അല്ലല്ലോ. പിന്നെ നമുക്ക് കിട്ടിയതിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുകയും വേണം. അല്ലാതെ എനിക്കിപ്പോൾ സയൻസ് കിട്ടിയില്ല, എനിക്ക് കൊമേഴ്സേ കിട്ടുള്ളൂ, എനിക്ക് ഹ്യൂമാനിറ്റീസേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിച്ചിരിക്കില്ല. ഓക്കെ എനിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടി, ചിലർക്കൊന്നും കിട്ടാതെ ഇരിക്കണം, അപ്പോൾ എനിക്ക് ആ ഹ്യൂമാനിറ്റീസ് എങ്കിലും കിട്ടി. അപ്പോൾ ഈ കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പി, ഞാൻ സംതൃപ്തനാണ്. ഞാനിത് നല്ലപോലെ പഠിച്ച് ഒരു സ്ഥലത്തെത്തും എന്ന് വിചാരിക്കുക. അല്ലാതെ അയ്യോ എനിക്ക് ഹ്യൂമാനിറ്റീസേ കിട്ടുള്ളൂ, എനിക്കിനി പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. ചിലപ്പോൾ ഒരു വഴി അടയുന്നത് മറ്റൊരു നല്ല വഴി ചിലപ്പോൾ നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയും കൂടെ നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും ഇക്കാര്യത്തിലൊന്നും നെഗറ്റീവ് ആവേ ചെയ്യരുത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. +1ഉം +2ൻ്റെയൊക്കെ റിസൾട്ട് ഉടനെ വരുന്നുണ്ട്. പിള്ളേരും നല്ല ടെൻഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ടെൻഷനൊക്കെ എടുത്ത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രഷർ കൂട്ടേണ്ട കാര്യമൊന്നും അല്ല ഇത്. ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യമാണ് ആക്ച്വലി. ഇപ്പം നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും സ്കൂൾസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കറക്റ്റായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അക്ഷയ ചെന്നിട്ട് അവരുടെ കൈ കൊടുക്കാതെ നമ്മൾ തന്നെ ഫോം ഫില്ല് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് അവിടെ തന്നെ നിന്ന് ചെയ്യുക. അതായത് അവരുടെ കൈ കൊടുത്തിട്ട് അവരിങ്ങനെ 100 പേരുടെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാത്രമായിരിക്കും നമ്മൾ. അപ്പം ബേസിക്കലി നിങ്ങൾ അവിടെ തന്നെ നിന്നത് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെ ഞാൻ പറയണമെന്നിങ്ങനെ ഓർത്തിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ടാക്കിയത് കേട്ടോ. പിന്നെ ആധാർ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, രജിസ്റ്റർ നമ്പർ, ഇതൊക്കെ വളരെ പിന്നെ അത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഗ്രേസ് മാർക്ക് ഉള്ളവർ പ്രത്യേകം അത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ആവരുത് ദയവ് ചെയ്ത്. നെഗറ്റീവ് ആവേണ്ടൊരു കാര്യമേ അല്ല ഇത്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ പുതിയൊരു സ്കൂളും പുതിയൊരു ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് ആവരുത്. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ സയൻസ് കിട്ടിയില്ല എന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല. അപ്പോൾ സയൻസ് എനിക്ക് കിട്ടിയില്ല, ഓക്കെ എനിക്ക് സയൻസ് കിട്ടിയില്ല, എനിക്ക് കൊമേഴ്സാണ് കിട്ടിയത്, അപ്പോൾ അതിൽ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കും, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ കൊമേഴ്സാണ് എനിക്ക് കിട്ടിയത്, ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോൾ കൊമേഴ്സ് ആഗ്രഹിച്ചവർക്ക് ചിലപ്പോൾ ഹ്യൂമാനിറ്റീസോ അങ്ങനെ വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചാൽ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും നടക്കില്ല. അപ്പം അങ്ങനെ കിട്ടുന്നവർക്ക് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കിട്ടിയവർക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ ലക്കി പേഴ്സൺസ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ചിലപ്പോൾ സയൻസ് പ്രതീക്ഷിച്ച് വരുന്നവർ സയൻസ് കിട്ടി അവസാനം ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിഷമിക്കരുത്. ഇപ്പോൾ എനിക്ക് കൊമേഴ്സാണ് കിട്ടിയത്, ഓക്കെ എനിക്ക് കൊമേഴ്സ് കിട്ടി, കൊമേഴ്സ് എനിക്ക് കിട്ടിയ സബ്ജക്റ്റ് ഞാൻ നല്ല വൃത്തിയായിട്ട് പഠിക്കാം, അങ്ങനെ ചിന്തിക്കുക കേട്ടോ. അല്ലാതെ നെഗറ്റീവ് ഒരിക്കലും ആവരുത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ മോട്ടിവേഷനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അത്ര ഉള്ളത് എൻ്റെ വീഡിയോ. എല്ലാവരും മനസ്സിൽ വിചാരിക്കുക, ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് അവർ ജേർണി അല്ലെങ്കിൽ മൈ ജേർണി, അങ്ങനെ വിചാരിക്കുക. നമ്മുടെ ജേർണിയുടെ ഒരു എൻഡ് അല്ല ഒരിക്കലും ഇത് അവസരം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച സബ്ജക്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. എല്ലാവരും കിട്ടട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് അല്ലെങ്കിൽ കിട്ടിയ സബ്ജക്റ്റിൽ സന്തോഷരാവട്ടെ, സംതൃപ്തരാവട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക മാക്സിമം, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം ഇനി +1 +2കാരുടെ ടെൻഷനായിരിക്കും ഇനി അപ്കമിങ് ആയിട്ടുള്ള കാര്യം തോന്നുന്നു. അപ്പം നിങ്ങൾ മാക്സിമം സ്കൂൾസൊക്കെ ഓപ്റ്റ് ചെയ്ത് വളരെ നല്ല പോലെ നിങ്ങളുടെ ജേർണി
കഴിയുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ കുറച്ച് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മെസ്സേജൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ദയവീത് ചെയ്യുക എല്ലാവരും കാണുന്നവർ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ടാറ്റാ.